ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്തുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എല്ലാം ചൂസ് ചെയ്തത്. അതായത് 10th വരെ ക്വാളിഫിക്കേഷനിൽ PSC നടത്തിയ LDC, അതുപോലെ അതിന് താഴെ LGS, ബാക്കി PUN, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഫുള്ളായിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ അതേ ചോദ്യം തന്നെയാണ് PSC 10th പ്രിലിംസിനും ചോദിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടിയത്. അപ്പോൾ അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്നും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. മാക്സിമം പ്രയോജനപ്പെടുത്താം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ ആര്? ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ ആരാണ്? രാമു കാര്യാട്ടാണ്. രാമു കാര്യാട്ട്. തുരിശിന്റെ രാസനാമം, തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഇത് 2010 നടന്ന LGS പരീക്ഷയുടെയാണ്. അപ്പൊ ആ ടൈമിലെ ചോദ്യ പേപ്പർ ആയിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സ്കാൻ ചെയ്തെടുത്തു. ഓക്കെ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തി കൊടുത്തത് ആരാണ്? ടാഗോർ ആണ് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തി കൊടുത്തത്. ഡോക്ടർ വർഗീസ് കുര്യൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരം. ഓക്കെ, പാല്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? സ്ഥിരം ചോദ്യമാണ്. ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. 1971 സിംല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഇന്ത്യയും പാകിസ്ഥാനും. ഹുമയൂണിന്റെ മരണത്തോടെ ഡൽഹി സിംഹാസനം കൈയടക്കിയത് ആരാണ്? അക്ബർ ആണ്. അക്ബർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? 1950 ജനുവരി മാസം 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി മാസം 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ ആണ്. ഭിലായി ഉരുക്കു വ്യവസായ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഭിലായി ഉരുക്കു വ്യവസായ കേന്ദ്രം ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5-നാണ് എന്തായിട്ട് ആഘോഷിക്കുന്നത്? അധ്യാപക ദിനം. അധ്യാപക ദിനം. കേരളത്തിൽ ഗവർണർ ആകുകയും പിന്നീട് രാഷ്ട്രപതിയാകുകയും ചെയ്ത വ്യക്തി ആരാണ്? VV ഗിരിയാണ് കേരളത്തിൽ ഗവർണർ ആകുകയും പിന്നീട് രാഷ്ട്രപതിയാകുകയും ചെയ്ത വ്യക്തി. കേരളത്തിൽ വരയാടിന് പ്രശസ്തമായ ദേശീയ പാർക്ക് ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് വരയാടിന് പ്രസിദ്ധമായിട്ടുള്ളത്. NH 212 ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കോഴിക്കോട് കൊള്ളകൽ. കോഴിക്കോട് കൊള്ളകൽ. വൈദ്യുതി നിലച്ചാലും കുറെ സമയം കൂടി കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? UPS ആണ്. UPS, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 2-ാം സ്ഥാനമാണ്. 2-ാം സ്ഥാനം. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട അന്തർദേശീയ സംഘടന ഏതാണ്? ലീഗ് ഓഫ് നേഷൻസ് ആണ് 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട അന്തർദേശീയ സംഘടന. ലോക്സഭയിൽ നാമനിർദ്ദേശം പ്രകാരം എത്തുന്ന അംഗങ്ങൾ എത്രയാണ്?
രണ്ടുപേരാണ്. ഇപ്പോ രണ്ടുപേരായിരുന്നു, ഇപ്പൊ അതില്ല, എടുത്തു മാറ്റി. ലഘൂകരിക്കുക. ഇത് മാത്സിന്റെ ഒരു ചോദ്യം ഇടയ്ക്ക് കയറി വന്നതാണ്. പണ്ടൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, ഇപ്പൊ അല്ലേ ഒരേ ഓർഡറിലൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം ജസ്റ്റ് പറഞ്ഞേക്കാം. 40 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 മൈനസ് 2. ഇത് കഴിഞ്ഞ 10th പ്രിലിംസിന് ഇതേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ബോർഡ് മാസ് വെച്ച് ചെയ്യാനുള്ളതാണ്. ഉത്തരം 30 ആണ് വരുന്നത്. കാർബണും ഇരുമ്പും ചേർന്നുണ്ടാകുന്ന വസ്തുക്കൾ. കാർബണും ഇരുമ്പും ചേർന്നുണ്ടാകുന്നതാണ് ഉരുക്ക്. ഉരുക്ക്. ഒട്ടകപക്ഷിയുടെ കാലിൽ എത്ര വിരലുകളാണ് ഉള്ളത്? 2 വിരലുകളാണ് ഒട്ടകപക്ഷിയുടെ കാലിൽ ഉള്ളത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. പ്രകാശത്തിലെ ഏത് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം ഉള്ളത്? ചുവപ്പിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം. ഏറ്റവും കുറവാണെങ്കിൽ വയലറ്റ്, ഏറ്റവും കൂടുതൽ റെഡ്. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ ഏതാണ്? അഗ്നിസാക്ഷിയാണ്. അഗ്നിസാക്ഷി. 1896 തുടങ്ങിയ ആധുനിക ഒളിമ്പിക്സിന് വേദിയൊരുക്കിയ നഗരം ഏത്? ഏതൻസ് ആണ്. ഏതൻസ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആണ്. പഞ്ചാബ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഫ്യൂജിയാമ അഗ്നിപർവ്വതം എവിടെയാണ്? ഫ്യൂജിയാമ അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ്. ജപ്പാൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പേര് ആന്റോണിയോ ഗ്യൂട്രസ്. ആന്റോണിയോ ഗ്യൂട്രസ് എന്നതാണ്. ജൈനമതം സ്ഥാപിച്ചത് ആര്? ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ. അർജുന അവാർഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായിക രംഗവുമായി ബന്ധപ്പെട്ടതാണ് അർജുന അവാർഡ്. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ എന്നാണ് ബോംബിട്ടത്? ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബിട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏത്? ഹൃദയമാണ്. ഹൃദയം. ഇന്ത്യയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ആരാണ്? സലീം അലിയാണ് ഇന്ത്യയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ. ഇന്ത്യയിലെ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. വള്ളത്തോൾ അവാർഡ് എത്ര രൂപയാണ്? വള്ളത്തോൾ അവാർഡ് 1,11,111 രൂപ. 6-1 ആണെന്ന് ഓർത്താൽ മതി. 6-1. ഏതിനം കൊതുകുകൾ പരത്തുന്ന രോഗമാണ് ചിക്കുൻ ഗുനിയ? ചിക്കുൻ ഗുനിയ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി ആണ്. ഈഡിസ് ഈജിപ്തി. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ്. പ്രമേഹം. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഏത്? ഇന്ത്യക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ളത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ് ആര്? ദലൈലാമയാണ് ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ കോർപ്പറേഷൻ ആരാണ്? മേയർ ആണ്. മേയർ. എസ്കിമോകൾ ഉണ്ടാക്കുന്ന മഞ്ഞു വീടുകളുടെ പേര് എന്ത്? ഇഗ്ലൂ എന്നതാണ് എസ്കിമോകൾ ഉണ്ടാക്കുന്ന മഞ്ഞു വീടുകളുടെ പേര്. ഭാരതരത്ന പുരസ്കാരം നേടിയ മദർ തെരേസയുടെ ജന്മസ്ഥലം എവിടെയാണ്? മദർ തെരേസയുടെ ജന്മസ്ഥലം യുഗോസ്ലേവിയ. യുഗോസ്ലേവിയ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. സാധാരണയായി പാചകത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? LPG ആണ്. LPG. തൈരിലെ പുളിരുചിക്ക് കാരണമായ രാസവസ്തു ഏതാണ്?
ലാക്റ്റിക് ആസിഡ് ആണ് തൈരിലെ പുളിരുചിക്ക് കാരണമായ രാസവസ്തു. സൂപ്പർനോവ സ്ഫോടനം ഏതിന്റെ സൂചനയാണ്? നക്ഷത്ര മരണത്തിന്റെ തുടക്കമാണ് സൂപ്പർനോവ സ്ഫോടനം എന്ന് പറയുന്നത്. നക്ഷത്ര മരണത്തിന്റെ തുടക്കം. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്ന് പറയപ്പെടുന്നത്? ആദമിന്റെ ആപ്പിൾ തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയത്താണ് കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏറ്റവും കുറവ് കടൽ തീരം ഗോവ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്താണ് പറയുന്നത്? ഒരു പ്രകാശ വർഷം, ലൈറ്റ് ഇയർ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം. വേഗത എങ്ങനെ കണ്ടുപിടിക്കാം? വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ദൂരം ബൈ സമയമാണ്. ദൂരം ബൈ സമയം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം ഏത്? 2008 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. ഒറ്റയാനിയെ കണ്ടെത്തുക. ഇതിലെ ഒറ്റയാൻ തിരുവാതിരയാണ്. തിരുവാതിര. എടക്കൽ ഗുഹ എവിടെയാണ്? എടക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഏത്? പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. ഇസ്ലാമാബാദ്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ആരുടേതാണ് ഈ വരികൾ? ആര് രചിച്ചതാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഈ വരികളുടെ രചയിതാവ്. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം എഴുതി ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയി ആണ്. അരുന്ധതി റോയി. ലോകത്തെ ഏറ്റവും അധികം സ്റ്റാമ്പുകളിൽ അച്ചടിക്കപ്പെട്ട മഹാൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം. കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇന്ത്യ ആദ്യമായി അണുപരീക്ഷണം നടത്തിയത് എവിടെയാണ്? പൊക്രാനിലാണ് ഇന്ത്യ ആദ്യമായിട്ട് അണുപരീക്ഷണം നടത്തിയത്. 2010 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? 2010 ന്യൂഡൽഹിയിൽ വെച്ചാണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം എവിടെയാണ്? സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. കാഠ്മണ്ഡു. കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? ജമ്മു കാശ്മീരിലാണ് കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആർച്ച് ഡാം ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിരിമാവോ ബന്ദാര നായകെ ഏത് രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു? ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്നു സിരിമാവോ ബന്ദാര നായകെ. കണക്കു ചെയ്യുന്നതിലെ സാമർഥ്യം കൊണ്ട് പ്രശസ്തയായ ഇന്ത്യക്കാരി ആരാണ്? ശകുന്തള ദേവി. ശകുന്തള ദേവി. കേരളം തിരുവനന്തപുരം. അങ്ങനെയെങ്കിൽ ബീഹാർ പാട്ന. തലസ്ഥാന നഗരിയാണ് പാട്ന. ഭക്രാനങ്കൽ എന്ന ഭീമൻ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട്. കേരളം നിലവിൽ വന്ന ദിവസം എന്ന്? നവംബർ മാസം 1-ാം തീയതിയാണ് കേരളം നിലവിൽ വന്നത്. ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക നാണയത്തിന്റെ പേരാണ് ടാക്ക. ടാക്ക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രസിഡന്റ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ. വിശ്വനാഥൻ ആനന്ദ് ഏത് കളിയിലാണ് പ്രശസ്തൻ? ചെസ്സിലാണ് വിശ്വനാഥൻ ആനന്ദ് പ്രശസ്തൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. സരൺ ദ്വീപ് ഏതാണ്? സരൺ ദ്വീപ് എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പൊ വ്യാഴത്തിലാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. MTNLന്റെ മൊബൈൽ ഫോൺ സർവീസ് ഏതാണ്? ഡോൾഫിൻ ആണ്. ഡോൾഫിൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്?
ഖരഗ്പൂർ ആണ്, ഖരഗ്പൂർ. ഇപ്പൊ കറന്റ്ലി ഹുബള്ളി ജംഗ്ഷൻ ആണ് വേൾഡ്സ് ലോങ്സ്റ്റ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഇൻ ഹുബള്ളി ജംഗ്ഷൻ. ഹുബള്ളി ജംഗ്ഷൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആണ് ഇനാഗുറേറ്റ് ചെയ്തത്, വേൾഡ്സ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം. ഓക്കെ, അടുത്ത ചോദ്യം. ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ ഏത് ഊഷ്മാവിലാണ്? ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കുന്നത്. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ. ഇയാൻ മിൽമുട്ടോ ക്ലോണിങ്ങിന്റെ പിതാവാണ്. മാതംഗലീല എന്തിനെ കുറിച്ചുള്ള പുസ്തകമാണ്? മാതംഗലീല ആനയെ കുറിച്ചുള്ള പുസ്തകമാണ്. കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി ഏത്? കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി കിവിയാണ്, കിവി. ഓക്കെ, അപ്പൊ 100 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, മാക്സിമം പ്രയോജനപ്പെടുത്താം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം, ജോയിൻ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്കും കൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.